ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ ഇന്ത്യക്കൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണം. അപ്പോൾ ഞാനും ഫനു മീൻസ് ഇവിടുത്തെ, അതായത് ഇന്ത്യക്കൻ്റെ ഇവരുടെയൊക്കെ കസിൻ്റെ മോളാണ്. അപ്പോൾ അതായത് നമ്മൾ ഏകദേശം ഒരേ ആളെത്തിക്കണം കേട്ടോ. ഒരേ വൈബിലെ ആൾക്കാരാണ്, ഒരേ ഏജ് ഒന്നുമല്ല കേട്ടോ. എന്നെ നല്ല ചെറുതാണ് ആള്. പക്ഷെ ഇവിടെ എനിക്കുള്ളൊരു കൂട്ടോളാണ്, എൻ്റെ നാത്തുമാരെ വയ്ക്കാൻ. അപ്പൊ ഞാനും ഓളും പോവുകയാണ്. ഫനുവാ ഓള് ചിരിക്കണം അവിടെ നിന്ന് കണ്ടു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ പോകണം, അതിനുള്ള പുറപ്പാടിലാണ് ഞങ്ങള്. വാ, ഓള് വരില്ലെന്ന് പറയണത്, പക്ഷെ ഞാൻ ഓളെ കൂട്ടുന്നു വ്ളോഗില്. അപ്പൊ എന്തൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യണത് എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം ഈ വീഡിയോ തന്നെ. ആ സർപ്രൈസിങ് വീഡിയോ അടക്കം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കണ്ടാകും അപ്ലോഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അപ്ലോഡ് ചെയ്താൽ സർപ്രൈസ് പൊളിയുമല്ലോ. അപ്പൊ എന്താണ് ഞാൻ വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അങ്ങനെ ഞാനും ഫനും ജ്വല്ലറിയിൽ എത്തിയിട്ടോ. മഞ്ചേരിയിലുള്ള ഉസ്മിയ ജ്വല്ലറിയിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾക്ക് ഇന്ന ജ്വല്ലറിക്ക് കയറണം എന്നുള്ള മൈൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ട്രാഫിക് കഴിഞ്ഞ് ആദ്യം കണ്ട ജ്വല്ലറിയിൽ ഞങ്ങൾ കയറി. അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ. ഉസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള ജ്വല്ലറിയിലായിരുന്നു ഞങ്ങൾ കയറിയത്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ കസ്റ്റമർ ഡീലിങ് അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈവൻ സെക്യൂരിറ്റി ആവട്ടെ, ഇനി ടീ സെർവ് ചെയ്യുന്ന ചേച്ചി ആവട്ടെ, എല്ലാ സ്റ്റാഫുകളും ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞാൽ അത്രയും നല്ല സ്റ്റാഫുകളായിരുന്നു. ഞങ്ങൾക്ക് എടുത്തു തന്ന സ്റ്റാഫിൻ്റെ പേര് ചോദിക്കാൻ മറന്നുപോയി, ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഫോണും കൊണ്ട് പോകുന്നത്. ഈ ഡെയിലി വെയർ ആയിക്കാണ്ടിടാൻ പറ്റിയ ക്യൂട്ട് ആയിക്കാണ്ടുള്ള ആംഗ്ലറ്റ്, ചെയിന്, ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്, റിങ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയ്റ്റിലായിക്കാണ്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങൾ അവിടെ പോയിക്കാണ്ട് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി. പിന്നെ സർവീസ് ഞാൻ ഭയങ്കരമായിക്കാണ്ട് ഗ്യാരണ്ടി തരുന്നത്, അത്രയും പക്കയാണ് അവിടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ കളക്ഷൻസ്. ഡയമണ്ടിൻ്റെ കളക്ഷൻസ് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു മാന്യമായ ഡിസ്കൗണ്ട് നോക്കാം അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങളോട് അവിടെ പോയി കണ്ടൊന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ. കണ്ടിട്ട് ഫനുവിന് ഇതൊക്കെ കണ്ടിട്ട് കല്യാണം കഴിച്ചു ഡാഡി ഉണ്ടാക്കി തരുമോ? ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി കാക്ക. ഈ കാക്ക ആ ജ്വല്ലറിനെ മെൻഷൻ ചെയ്തത് ഇന്റെ കട എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് ആള് ഈ ഷോപ്പിനോട് എന്നുള്ളത്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നപ്പോ സ്വീകരണം അറിയണ പോലെ മധുരയാണ്. ഇങ്ങനെ ജുമാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് മേടിക്കണം എന്നുണ്ട്. എന്തെങ്കിലും കാണാൻ നോക്കട്ടെ, ഉറപ്പില്ല മേടിക്കുമെന്നില്ല, നോക്കട്ടെ. കുറച്ച് ബലൂൺസ് എടുത്തതാണ്. അറിയോ ഞാൻ വെക്കുമ്പോ പ്രായം എത്രയാണ് ഗൈസ്? അത് രസമുണ്ട്. ഇത് കൊടുത്താൽ മതി. ദേഷ്യം വരുമ്പോ കാണാൻ ഫുൾ ക്യൂട്ട് ഐറ്റംസ്. ചാനൽസിലൊട്ടിക്കുന്ന സാധനങ്ങളാണ്. ക്യൂട്ട് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇഷ്ടമായി. അതുകൂടി അറിയിക്കേ കണ്ടില്ല. ബിഗ് ബോസിലെ ശാരീരികന്റെ പോലെ ഇതിന്റെ ഇപ്പൊ ഫ്രീ കിട്ടിയ അവിടെ എന്താ പേര് പറയും? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ പറയും. ലൈക്ക് ചെയ്യറി, ഷെയർ ചെയ്യറി, സബ്സ്ക്രൈബ് ചെയ്യറി. റഷ ഇവിടെ തന്നെയാ. ഇന്ന് അതായത് ജ്വല്ലറിന്ന് വൻ സ്വീകരണം. ജ്വല്ലറിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ കണ്ട് രണ്ട് ചെറുക്കന്മാർ അതിലറിയും വ്ളോഗേഴ്സ് ആണോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബറായി. ഇവിടേക്ക് എത്തിയപ്പോൾ ബബിത ബഷീർ എന്ന് തന്നെ പേര് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്യൂഷൻ വീഡിയോ എന്ന് കണ്ടുള്ള ഐറ്റം മെയിൻ ഹീറോയിൻ ആണ് നമ്മൾ കണ്ട് സംസാരിച്ചു.
ഓള് വന്നേക്ക് തന്നെ ഓള് തറവാടിന്റെ കുറിച്ചാണല്ലോ മഹത്വം. ഓല് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇറങ്ങാണ്ട് ഫുള്ള് വിടലേ ഇനി അണയിക്കുന്നാല് നമുക്ക് പിന്നെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഞങ്ങളങ്ങനെ ഇറങ്ങി നേരെ ഫോട്ടോസ് പ്രിന്റ് ചെയ്യാൻ പോണം. പക്ഷേ എങ്കിൽ കുറച്ച് ഫോട്ടോസിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ ബാന്താക്ക് വിളിച്ചിക്കണ് പഴയ ചെറിയ ചൈൽഡ്ഹുഡിന്റെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടി. ഇപ്പോഴത്തെ ഫോട്ടോസ് കിട്ടിയാൽ അതിലൊരു മജുണ്ടല്ലോ, പഴയത് കിട്ടുമ്പോഴല്ല അതിലൊരു നൊസ്റ്റാൾജിക് ഫീലിങ്ങും ഒരു ഇമോഷണലൊക്കെ ആവുക. ഇമോഷണൽ ആയിട്ടില്ലെങ്കിലും ഒരു ഫീലാവുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബാന്താക്ക് വിളിച്ചിരിക്കുന്നത്. ബാങ്കത് ഭാവനോടുണ്ട്, അതായത് ഓരോ ഫസ്റ്റ് കസിനോട് ചോദിക്കാറുണ്ട്. അവരുടെ അടുത്ത് പഴയ ഹിസ്റ്റോറിക്ക് കണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം സെറ്റാവുന്നത് ഞങ്ങൾ കേക്ക് മേടിക്കാൻ വന്നു. കേക്ക് വലിയ കേക്കൊന്നും മേടിക്കണില്ല, കാരണം അവിടെ ആരുമില്ല വീട്ടിൽ. പിന്നെ വരാണ് ഇവരും ആ സമയമാകുമ്പോഴത്തേക്കും പോകുമല്ലോ. കടന്റെ പേരെന്താ? മഞ്ചേരിയിൽ. അങ്ങനെ ഉണ്ട്, നമുക്ക് റിവ്യൂ നോക്കിട്ട് പറയാം. ഫനൂസ് അടിപൊളി വ്ളോഗറാണ് കേട്ടോ. ഭാവി അപ്കമിങ് വ്ളോഗറാണ്. നമ്മള് കല്യാണം കഴിച്ചിട്ട് വേണം പുതിയ അപ്പളിന്റെ അടുത്ത് നല്ല ഫോൺ വാങ്ങി കണ്ട് വ്ളോഗ് എടുക്കാൻ. എല്ലാം സെറ്റ്. സബ്സ്ക്രൈബ് ചെയ്യണം. സെലക്ട് ചെയ്ത് ഏത് ഫ്ലേവറാണ്? ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. ചോക്ലേറ്റ് ട്രഫിൾ എങ്ങനെയുണ്ടെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ ഫാനു. ഹൗസ് ഇറ്റ്? നമ്മൾ എസ്തെറ്റിക്കലി കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഓവർ മധുരമുണ്ടോ? പാകത്തിനുള്ള. അപ്പൊ ഫാനു അപ്രൂവ് ചെയ്തിരിക്കണ്. ആക്ച്വലി ഞാൻ ഷുഗർ ഡയറ്റിലൊക്കെയാണ്. ഷുഗർ കട്ടിലാണ്, ഡയറ്റിലല്ല. പക്ഷെ ഇത് ഓവറായിക്കാണ്ട് മധുരമല്ല. അതുകൊണ്ട് എനിക്കാണ് ഇഷ്ടം. ഷുഗർ ലവേഴ്സിന് എല്ലാം ഇഷ്ടമല്ല. അങ്ങനെ ശരിക്കും ഇഷ്ടമായിട്ടില്ല. നമ്മൾ വീമ്പ് എത്തിയിട്ടുണ്ട്. വീമ്പ് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. നല്ല കട്ടി കൂടുതലാണ്. കിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത പോലെ അല്ല എവിടെ ചെന്നാലും നമുക്ക് നമ്മളെ വൈബിനൊക്കെ ആൾക്കാരുണ്ട്. അതാ പിന്നെ ഉള്ളത്. ഇതിനടുത്ത് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ അത് പട്ടർകുളത്ത് നിന്നാണ്. അവിടെ നമ്മൾ ഒരു കണ്ട പക്ക ഒരു കുട്ടി, ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന രണ്ട് കുട്ടികൾ വന്നു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കുന്ന സ്ഥലം അറിയുന്നത്. പക്ഷെ ക്യാബാ ബംഗാളികളെ മനുഷ്യനെന്ത് ഓരോരുത്തരും വന്ന് നമ്മളോട് ചോദിച്ചു പറഞ്ഞില്ലേ, അതായത് ജ്വല്ലറി എന്ന് ഇറങ്ങിയപ്പോഴും 2 ചെറുക്കന്മാരെ വന്നുകൊണ്ട് ബ്ലോഗേഴ്സ് ആണോന്നൊക്കെ ചോദിച്ചു നമ്മളെ ക്യാമറ ഒക്കെ കണ്ടപ്പോൾ. എന്നിട്ട് പിന്നോട് കുറച്ച് കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അവള് പറയണം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിച്ചു തുടങ്ങിയോ. കൊറിയൻ കട്ടുണ്ടല്ലേ, നല്ല ചുറുക്കുണ്ട് ഇട്ടുവന്ന് ഓളോട് ചോദിച്ചപ്പോൾ ഓൾക്കൊന്ന് ആണായിക്കാണ്ട് ഓള് ആണല്ലോ. നമ്മളിപ്പോ നമുക്കത് അറിയാത്ത ഒരാള് ചോദിച്ചപ്പോൾ കട്ട് ചെയ്തു. പക്ഷെ എന്നാലും കിട്ടണമെന്നുണ്ടായിരുന്നു. ചോദിച്ചെന്തോ സൗണ്ട് ഈ കണ്ണിൻ്റെ വലിപ്പൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചോദിക്കലുണ്ട്, ഈ വലിപ്പൊക്കെ പിന്നെ എവിടെ പോയി എന്നിട്ടത്. പിന്നെ ഈ ആക്ഷൻ ഉണ്ടല്ലോ, ഈ ആക്ഷനൊക്കെ എപ്പോഴുള്ള സ്കില്ലാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ആൾ വേണമെങ്കിൽ കാണിച്ചൊക്കെ തരും. പിന്നെ ഈ കടക്കാരനെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഈ ചെറുപ്പത്തിലുള്ള ആൾ തന്നെയാണോ ഈ വലിപ്പത്തിൽ എന്നുള്ളത് അയാൾ ഭയങ്കര കണ്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അയാൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല ഇയാളാണ് ഈ വലുതായി വന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാനും ഫനുവിൻ്റെ അനിയനായ നിബൂസും കൂടി കണ്ട് ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഈ ലൈറ്റും ഈ ഫോട്ടോസും പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് ഒന്ന് സെറ്റാക്കി. ഞങ്ങളെ കൊണ്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നാം ചെയ്ത് ചെറിയ രീതിക്ക്.
ഏകദേശം ഒരു 8:30 ആയപ്പോൾ ആൾ വിളിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആകും, ഈ കിടന്നോട്ടോ, വെയിറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ സർപ്രൈസ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബർത്ത്ഡേ 6-ാം തീയതി ആയിട്ടും 5-ാം തീയതി ഇതൊക്കെ ഒരുക്കി വെച്ചത്, അതായത് തലേന്ന്. പക്ഷേങ്കിൽ ശരിക്ക് ബർത്ത്ഡേൻ്റെ അന്നാണ് ആൾ സർപ്രൈസ് ആയത് രാത്രി 12 മണിക്ക് ശേഷം. കാരണം 8:30 ആയിട്ടും 9:30 ആയിട്ടും 10:30 ആയിട്ടും 11:30 ആയിട്ടും ആളെ കണ്ടില്ല. പിന്നെ 12:10 ആൾ എത്തിയത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാണ്, എങ്ങനെ എവിടെ ക്യാമറ വെക്കാം, ഒന്ന് ട്രൈപോഡിലൊക്കെ സെറ്റ് ചെയ്തിക്കാണ്ട് എവിടെ ക്യാമറ വെക്കാം, ഏത് ആംഗിളിൽ വെക്കാം, നമുക്കിതൊന്നും ഒരു പരിചയമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്നിങ്ങനെ റിഹേഴ്സൽ ചെയ്യാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ ട്രൈപോഡിൽ ഓൾറെഡി ക്യാമറ സെറ്റ് ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വീഡിയോ അങ്ങോട്ട് ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ആൾ താഴെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ക്യാമറ ഓൺ ആക്കലും പിന്നെ കേക്ക് അൺകവർ ചെയ്യലും പിന്നെ എനിക്ക് ഭയങ്കര കണ്ട് വെപ്രാളായി. കാരണം എനിക്ക് ഭയങ്കര കണ്ട് വിയർക്കാനും ചിരിയൊക്കെ വരാൻ തുടങ്ങി. ആളെ കാണുമ്പോൾ ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ചിരിക്കുമെന്നില്ലൊക്കെ ടെൻഷനായിരുന്നു ഞാൻ. പിന്നെ ഞാനതിങ്ങനെ പിടിച്ച് റൂമൊക്കെ എങ്ങനെയൊക്കെയോ എത്തിച്ച്. കാരണം എനിക്കും ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, ആൾക്കതിലേറെ ക്ഷീണിച്ചും ചെയ്തിരുന്നു. പിന്നെ ഞാൻ കരുതി ആളതൊന്നും നോക്കാതെ പെട്ടെന്ന് വന്ന് കണ്ട് ബെഡിൽ കിടക്കുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കരമായി കണ്ട് നല്ല രീതിക്ക് തന്നെ റിയാക്ട് ചെയ്തിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. ബാവേന്റെ അടുത്തുണ്ട്, ബാനത്താനെ പിടിച്ചു. ഞാനും ഫാനും ഞങ്ങളെ കൊണ്ട് എത്ര കഴിക്കുള്ളൂ. നല്ലൊരു നിമിഷല്ലേ, നല്ല സ്പ്രേ ആയിക്കോട്ടെ. ഞാൻ അവിടെ ട്രൈപോഡിലൊക്കെ സെറ്റാക്കി പോയിന് കേട്ടോ. അതൊക്കെ വാങ്ങിണ്ട് നിബൂസും ഞാനും ഫാനും. വെൽക്കം. എന്താണ് അതില്? എന്തായാലും നോക്കി വലിയ സ്വർണത്തിന്റെ തിരക്കാണെങ്കിൽ സ്വർണം മാത്രമല്ല ഡയമണ്ട് ഒക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സിങ് പോരാ. നിങ്ങളൊറ്റ കഴിച്ചോളൂ. ഒരുപാട് കാലം ഇതുപോലെ ദീർഘായുസ്സും ആരോഗ്യത്തോടും കൂടി ജീവിച്ചാൻ വയ്ക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യാം. നിങ്ങളെന്താ ഗസ് ചെയ്തത്? എന്താ നിങ്ങൾ അങ്ങനെ ഗസ് ചെയ്യാൻ കാരണം എന്താ പറയാ? നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടിക്കണ്. വ്ളോഗ് കാണേ ഫുൾ വിറ്റാണ്. വ്ളോഗ് കാണേ ഫുൾ വിറ്റാണ്. ആ അത് നിങ്ങൾ ഗസ് ചെയ്യാൻ കാരണം എന്താ? സജഷന് പൂമോളാട്ടോ. അപ്പൊ ഗായ്സ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്, ഒരു കൊച്ചു ബർത്ത്ഡേ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.